അപ്പുണ്ണിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. അതിമനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. പച്ചപ്പുല്ലുകളാലും തിങ്ങി നിൽക്കുന്ന മരങ്ങളാലും ആ ഗ്രാമം അതീവ സുന്ദരമായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിലായിരുന്നു രാജു ജീവിച്ചിരുന്നത്. രാജുവാണേൽ അനാഥനായിരുന്നു. ആരുമില്ലാത്തതിനാൽ അവൻ ഒറ്റപ്പെട്ടാണ് ആ വീട്ടിൽ ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാജുവിനെ കാണാൻ രാജുവിൻ്റെ കൂട്ടുകാരൻ രാജുവിൻ്റെ വീട്ടിലെത്തി. അപ്രതീക്ഷിതമായി കൂട്ടുകാരനെ കണ്ട രാജു, എന്താ ചങ്ങാതി പെട്ടെന്ന് ഈ വഴിയൊക്കെ? അത് രാജു, നീയൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ഗ്രാമത്തിലൊരു കള്ളൻ കയറിയിട്ടുണ്ട്. നീ ഈ വീട്ടിൽ തനിച്ചല്ലേ നിൽക്കുന്നത്? കള്ളൻ നിന്നെ ഉപദ്രവിച്ചാലോ? നീ ഒരു കാര്യം ചെയ്, കുറച്ചു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് നിൽക്ക്. ഇത് കേട്ടതും രാജു, എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ചങ്ങാതി, പക്ഷെ ഞാൻ വരുന്നില്ല. എനിക്ക് തനിച്ചു നിൽക്കാൻ ഇപ്പോൾ പേടിയൊന്നുമില്ല. നീ എൻ്റെ കാര്യം ആലോചിച്ച് ഭയപ്പെടേണ്ട. കള്ളനെ പേടിച്ചോടാനാണെങ്കിൽ എന്നും ഓടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എല്ലാത്തിനെയും ധൈര്യത്തോടെ നേരിടാൻ തീരുമാനിച്ചു. ഇത് കേട്ടതും കൂട്ടുകാരൻ, എങ്കിൽ ശരി രാജു, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിച്ചോളോ. ഇതും പറഞ്ഞ് അവിടെ നിന്നും യാത്രയായി. കൂട്ടുകാരൻ പോയതും രാജു, കള്ളനെ പിടിക്കാൻ എന്തേലും വഴി കണ്ടെത്തണം. ഞാനാണെങ്കിൽ വീട്ടിൽ തനിച്ചേ ഉള്ളൂ. എന്താ ഒരു മാർഗം എന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരുന്നു. അതേസമയം ഗ്രാമത്തിൽ മറ്റൊരിടത്ത് കള്ളനപ്പുണ്ണി, എന്തായാലും വന്നെത്തിയ സ്ഥലം കൊള്ളാം. ഇവിടെ നിറയെ വീടുകളാണല്ലോ. ഇതിലിപ്പോൾ ഏത് വീട്ടിൽ ഞാൻ കയറും? എന്തായാലും ഇവിടെ മുഴുവൻ ആദ്യമൊന്ന് നടന്നു കണ്ടിട്ട് തീരുമാനിക്കാം എന്നും പറഞ്ഞ് ഗ്രാമത്തിലൂടെ മോഷ്ടിക്കാൻ കയറാനുള്ള വീടും അന്വേഷിച്ച് കള്ളനപ്പുണ്ണി ഗ്രാമമാകെ നടന്നുകൊണ്ടിരുന്നു. അതേസമയം രാജു വീട്ടിൽ ടിൻറ്റുപട്ടിയെ നോക്കി നിൽക്കുകയായിരുന്നു. രാജുവിനാണെങ്കിൽ മൃഗങ്ങളെയെല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വഴി എപ്പോഴും വരാറുള്ള ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയെ ടിൻറ്റു എന്നാണ് രാജു വിളിച്ചിരുന്നത്. പതിവ് പോലെ ടിൻറ്റു വന്നപ്പോൾ രാജു ടിൻറ്റുവിന് കഴിക്കാൻ ഭക്ഷണം നൽകി. രാജുവാണെങ്കിൽ ടിൻറ്റുവിനോട്, ടിൻറ്റു, ഇന്ന് നീ വളരെ വൈകിയാണല്ലോ വന്നത്. ഞാൻ നിന്നെ നോക്കി കുറേ സമയം ഇരുന്നു. നീ എന്തായാലും വയറ് നിറയെ ഭക്ഷണം കഴിക്കേ. ടിൻറ്റു വയറ് നിറയെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചതും ടിൻറ്റു രാജുവിനെ സ്നേഹത്തോടെ നോക്കി അവിടെ നിന്നും പോയി. ടിൻറ്റു പോയതും രാജു ടിൻറ്റു പോകുന്നത് നോക്കി കുറേ നേരം അവിടെ തന്നെ നിന്നു. എന്നിട്ട് ആലോചിച്ചു, ടിൻറ്റു വരുന്നതാണ് ആകെയുള്ള സന്തോഷം. അവനും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയേനെ. അതിനുശേഷം രാജു വീടിനുള്ളിൽ കയറി. ശേഷം ആലോചിച്ചു, ഞാനൊരു അനാഥനായി പോയല്ലോ. എനിക്ക് ആരുമില്ലാതായിപ്പോയി. ഇനി അവൻ പറഞ്ഞ പോലെ കള്ളനെങ്ങാനും ഈ വീട്ടിൽ കയറുമോ? ഹേയ്, ഇല്ലായിരിക്കും. എന്തായാലും വരുന്നോടത്ത് വെച്ച് കാണാം. കള്ളം വന്നാൽ അപ്പോൾ നോക്കാം. ഇപ്പോഴെന്തായാലും കുറച്ച് സമയം സുഖമായി കിടന്നുറങ്ങാം. ഇതും പറഞ്ഞ് രാജു കട്ടിലിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതാ കള്ളനപ്പുണ്ണി രാജുവിൻ്റെ വീടിനടുത്തേക്ക് വരുന്നു. രാജുവിൻ്റെ വീട് കണ്ട കള്ളനപ്പുണ്ണി ചിന്തിച്ചു, കൊള്ളാലോ, ഈ വീട്ടിൽ തന്നെ കയറാം. ഇവിടെ ഒരു ചെറുക്കം മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. തൊട്ടപ്പുറത്താണെങ്കിൽ വീടുകളുമില്ല. എന്തായാലും രാത്രിയാകട്ടെ, അതുവരെ ഇവിടെ ഇരിക്കാം. രാത്രി കയറാം ഈ വീട്ടിൽ. എന്തായാലും ഈ വീടിനുള്ളിൽ കാര്യമായി എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. എന്തായാലും നോക്കാം. അതും പറഞ്ഞ് കള്ളനപ്പുണ്ണി ഇരുട്ടാകുന്നത് നോക്കി അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അവിടെ മാകെ ഇരുട്ടായി. ഹോ, അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. ഇവിടെ മാകെ ഇരുട്ടും പരന്നു. ആ ചെറുക്കനാണെങ്കിൽ നല്ല ഉറക്കവും വേണം തോന്നുന്നു. ഈ വഴി ആരെയും കാണാനുമില്ല. ഇത് തന്നെ പറ്റിയ സമയം. ഇപ്പോൾ കയറാം വീട്ടിൽ. ഇതും പറഞ്ഞ് കള്ളനപ്പുണ്ണി രാജുവിൻ്റെ വീട് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. പുറത്താണേൽ ആകെ ഇരുട്ട് പരന്നിരുന്നു. പക്ഷികളെല്ലാം അവരുടെ കൂട് ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരുന്നു. എല്ലാവരും സുഖമായി ഉറങ്ങുകയാണെന്ന് മനസ്സിലാക്കി കള്ളനപ്പുണ്ണി നടന്ന് രാജുവിൻ്റെ വീടിൻ്റെ വാതിലിനരികിലെത്തി. വാതിൽ കുത്തിപ്പൊളച്ച് തുറന്നു. വീട്ടിലേക്ക് കയറാനായി വീടിനുള്ളിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അതേസമയം വീടിനുള്ളിലാണെങ്കിൽ രാജു സുഖമായി കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് കള്ളനപ്പുണ്ണി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. രാജു കള്ളൻ അപ്പുണ്ണിയെ കണ്ടതും ചാടി എണീറ്റു. ആ സമയം കള്ളനപ്പുണ്ണി, ഈ വീട്ടിലെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് തന്നോളൂ, അല്ലെങ്കിൽ നിന്റെ കഥ ഞാൻ തീർക്കും. ഇത് കേട്ടതും രാജുവിന് പേടിയായി. രാജു ആ സമയം പറഞ്ഞു, എന്നെ ഒന്നും ചെയ്യില്ല, ഞാനൊരു പാവമാണ്. ഈ കള്ളനിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ഇനിയൊരു മാർഗം എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ടിൻറ്റുപട്ടിയുടെ അങ്ങോട്ടേക്കുള്ള വരവ്. ടിൻറ്റുപട്ടി അവിടെ നിന്ന് കള്ളനെ നോക്കി കുരയ്ക്കാൻ തുടങ്ങി. പട്ടിയെ കണ്ടതും കള്ളനപ്പുണ്ണി ഭയപ്പെട്ടു. ഇനി ഇവിടെ നിന്നാൽ ഈ പട്ടി കടിച്ചു പറിക്കുമെന്ന് മനസ്സിലാക്കിയ കള്ളനപ്പുണ്ണി അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. ടിൻറ്റുപട്ടിയാണെങ്കിൽ കള്ളൻ്റെ പിന്നാലെ വെച്ച് പിടിച്ചു. കള്ളൻ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് ഗ്രാമത്തിലൂടെ മുഴുവൻ ഓടാൻ തുടങ്ങി. ടിൻറ്റുവാണെങ്കിൽ കള്ളൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഇവരുടെ ഒച്ചയും ബഹളവും കേട്ടിട്ട് ഗ്രാമവാസികൾ ഒത്തുകൂടി. ശേഷം അവർ കൂട്ടം ചേർന്ന് കള്ളനെയും പിടിച്ചു. ശേഷം ഗ്രാമത്തിലും പറഞ്ഞു, ഇവനാണല്ലേ ഇത്രയും നാളും നമ്മുടെ ഗ്രാമത്തിലെ വീടുകളിലെല്ലാം കയറി മോഷ്ടിച്ചിരുന്നത്. ഇവനെ നമുക്ക് എത്രയും പെട്ടെന്ന് പോലീസിനെ ഏൽപ്പിക്കണം.
കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പോലീസ് അവിടെ എത്തി കള്ളനെ അവിടെ നിന്നും കൊണ്ടുപോയി. കള്ളനെ പിടിക്കാൻ സഹായിച്ച ടിൻറ്റുപട്ടിയെ ഗ്രാമവാസികളെല്ലാം കൂടെ സ്നേഹത്തോടെ നോക്കി. പിറ്റേ ദിവസം ടിൻറ്റുപട്ടി പതിവ് പോലെ രാജുവിനെ കാണാനെത്തിയപ്പോൾ രാജു ടിൻറ്റുവിനോട് ഒരുപാട് നന്ദി പറഞ്ഞു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലായത്? നമുക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വരുന്നത് നമ്മൾ എപ്പോഴെങ്കിലും സഹായിച്ച ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും. ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.